ഹലോ ഗായ്സ്, ഇന്ന് നമ്മളുള്ളത് ചാന്തുവിൻ്റെ വീട്ടിലാണ്. ചാന്തുവിൻ്റെ വീട്ടിൽ ചാന്തുവിൻ്റെ അമ്മ നല്ല വെള്ളയപ്പവും കുറുമക്കറിയും നല്ല അടിപൊളി മുട്ട റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പേട്ടപ്പെണ്ണെ നമസ്കാരം, സുപ്രഭാതം പറഞ്ഞേ. ഭാര്യ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 നേരം വിഭവസമൃദ്ധമായ ഭക്ഷണമാണ്. പലതരം കറികൾ, പലതരം ഫുഡുകൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. എന്തോ നമ്മളെ വീട്ടിൽ കിട്ടാത്ത കുറേ സംഭവങ്ങൾ നമുക്ക് ഭാര്യ വീട്ടിൽ കിട്ടുമല്ല. നല്ല കുറുമക്കറി. ഞാനവിടെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനായാലും അമ്മയായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, സ്പെഷ്യലായിട്ട് വാങ്ങുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ എല്ലാ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അവ തംസപ്പ്. ഗായ്സ്, നമ്മളെ ചാന്തുവിൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് ബീച്ചാണ്. അധികം ആൾത്തിരക്കൊന്നും ഇല്ലാത്തൊരു ബീച്ചാണ്. നമ്മളപ്പോൾ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്. ഞാനും ചാന്തു കൂടെ ഉള്ള ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ വരും. കുറേ നേരം സംസാരിക്കും, ഫ്രീ ആയിട്ട് മൈൻഡ് സെറ്റ് ഓക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ ആരുമില്ല, നല്ലൊരു പീസ്ഫുള്ളാണല്ലോ അന്തരീക്ഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാ ദിവസവും ഞാനും ചാന്തും വന്നിരിക്കാറുണ്ട്. ഇപ്പം ഞങ്ങൾ കൂടെ കുളിക്കാൻ പോകണം. ഇടയ്ക്കിടയ്ക്ക് കുളിക്കാൻ വരാറുണ്ട്. ഇന്നിപ്പോൾ കുളിക്കാൻ വന്നേക്കുണ്ട് ഗൈസ്. വെയിലുണ്ട്. വെയിലാന്ന് പറഞ്ഞിട്ടാണ് ഇവർ തന്നെ കുളിക്കാമെന്ന് പറഞ്ഞേ. വാ നല്ല വെയിലുണ്ട് ഗൈസ്, കണ്ണുറക്കാൻ പറ്റുന്നില്ല. ഗൈസ്, നമ്മൾ ബീച്ചിൽ കുളിച്ചുകൊണ്ടിരിക്കണി. ഇവിടെ വാവയുടെ ചാന്തുവിൻ്റെ കാട്ടായങ്ങൾ കാണിച്ചു കേട്ടോ. ഇവിടെ ഓൾറെഡി സെറ്റാണ്, കാണാനും നല്ല ബീച്ചാണ്. അധികം വൃത്തികേടൊന്നുമില്ല, നല്ല അറ്റ്മോസ്ഫിയർ ആട്ടോ ഇവിടെ. അടിപൊളിയാണ്. അധികം ആൾക്കാരില്ല, തിക്കില്ല, തിരക്കില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. വീടിന് തൊട്ടടുത്തായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, കുളിക്കട്ടെ. ഗായ്സ്, അപ്പോൾ ഞങ്ങളെ ബീച്ചിലെ കുളിയും തേവലൊക്കെ കഴിഞ്ഞു. ഇതേ രണ്ടെണ്ണം വരുന്നുണ്ടാ, തണുത്ത് വറുത്തിട്ട് വരുന്നുണ്ട്. പിന്നെ കൂടെ കരയിൽ കയറിയപ്പോൾ നല്ല കാറ്റ്. ഇനി വീട്ടിൽ പോയിട്ട് ഒന്നുകൂടെ കുളിക്കണം. ഒന്നുകൂടെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് പരിപാടി കൂടി ഉണ്ട് ഗൈസ്. ഞങ്ങൾക്ക് 1-2 സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ വഴി കാണാം. ഓക്കെ, സി യു. ചാന്തുവിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ചോറ് കഴിക്കണ്ടേ ചാന്തു? ഇപ്പോൾ ഗൈസ്, ഇതാണ് ഈ അമ്മ, ചാന്തുവിൻ്റെ അമ്മയാണ്. ചാന്തുവിൻ്റെ അമ്മേനെ എല്ലാവരും സ്നേഹം കൊണ്ട് ഈ അമ്മ എന്ന് വിളിക്കുക. ഞാനും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ഈ അമ്മ ഭയങ്കര ചിൽ പേഴ്സണാണ് ഗൈസ്. മക്കൾ രണ്ടുപേരും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അമ്മയുടെ സ്നേഹപ്രകടനം എങ്ങനെയാട്ടാ. അവർക്ക് എപ്പോഴും അമ്മ ഫുഡ് വാരി കൊടുക്കും, ഏത് സമയം വാരി കൊടുക്കുന്ന ആളാണ്. പിന്നെ അടുത്ത ആൾ വാവ, ചാന്തുവിൻ്റെ പെങ്ങളാണ്. പുള്ളിക്കാരി കോട്ടയത്താണ് പഠിക്കുന്നത്. സോ വീക്കെൻഡ് മാത്രമേ ഇവിടേക്ക് വരാറുള്ളൂ. ആ വീക്കെൻഡാണെങ്കിൽ ആ വീട് ഭയങ്കര ഓണായിരിക്കും. പിന്നെ ഞങ്ങൾ 3 പേര് ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോവാണ്, അവിടെ എസംപുരത്തേക്ക്. അവിടെ ചുമ്മാ പിള്ളേരെ കാണാനായിട്ട്. കാശിക്ക് ചെറിയ പനിയും ചുമയ്ക്കുന്നു. ഇന്നലെ ഈ അഞ്ജുവിൻ്റെ ഗോൾഡ് ഇവിടെ ചാന്തുവിൻ്റെ കയ്യിൽ പെട്ടു, അത് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ചാന്തുവിൻ്റെ അമ്മ വീട്ടിലേക്ക് പോകണം. അവിടെ പോയിട്ട് അമ്മൂമ്മേനെയും അവരവരൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഒരു തവണ കണ്ടില്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. യെസ്, അതെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. അപ്പോൾ ഓക്കെ ഗൈസ്, അവിടെ എത്തിയിട്ട് കാണാം. എൻ്റെ അളിയൻ ഗൈസ്, എൻ്റെ വളിയൻ, ഗുഡളിയൻ, തംസപ്പ് അളിയൻ. അത് കഴിഞ്ഞ് കൊടുങ്ങല്ലൂർ പോകണം. കുറച്ച് ചെറിയ പരിപാടികളുണ്ട്, വെള്ളം വഴിയെ കാണാം. ഓക്കെ ഗൈസ്, അവിടെ വെച്ച് കാണാം. ഞങ്ങൾ ആദ്യം പോയത് ചാന്തുവിൻ്റെ അമ്മ വീട്ടിലേക്കാണ്. അവിടെ ചാന്തുവിൻ്റെ അമ്മൂമ്മയുണ്ട്, ചാന്തുവിൻ്റെ മേമുണ്ട്. അതായത് ചാന്തുവിൻ്റെ അമ്മയ്ക്ക് 2 പെങ്ങന്മാരുള്ളത്, 2 അനിയത്തിമാരുള്ളത്.
ഇതാണ് ചാന്തുൻ്റെ അമ്മൂമ്മ കോമളവല്ലി. ആള് കാണുന്ന പോലെയല്ല കേട്ടോ, ആള് ഭയങ്കര സൂപ്പറാണ്. അമ്മൂമ്മനാക്കി ഇതിൻ്റെ ഇടയിൽ മേമയുടെ മൂത്ത മോള് ഡൽഹിയിലൊക്കെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആ ട്രിപ്പ് പോയിട്ട് വന്നപ്പോൾ എനിക്ക് ഒരു ഷർട്ടും വാവയ്ക്ക് ഒരു പാൻറ്റും ഇതൊക്കെ കൊണ്ടുവന്നിരുന്നു. ജീൻസ് സാറ് അറിഞ്ഞിട്ടുണ്ടാവോ? ഇതിലാർത്തുള്ള പറഞ്ഞ പോലെ ദൈവമേ ഇത്ര വലുതായിരുന്ന എനിക്ക് വലുതാണ്. അത് ഷേപ്പായിക്കാറാണ്. ഇതോടെ ഇട്ടിട്ട് പോകാനുണ്ടോ? സൂപ്പറായില്ലേ? സൂപ്പർ. വാവയ്ക്ക് ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാനും വാവയും കൂടെ കൊടുങ്ങല്ലൂർക്ക് ഷോപ്പിങ്ങിന് വേണ്ടി പോയി. ഭയങ്കര വെയിലായതുകൊണ്ട് ചാന്തു വരുന്നില്ല എന്ന് പറഞ്ഞു. അവൾക്ക് ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ വന്ന് പതിയെ ഒരു ചായയൊക്കെ കുടിച്ച് പതിയെ ചാന്തുവിൻ്റെ മൂത്ത മേമയുടെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. ഞങ്ങളിപ്പോ ചേച്ചിയമ്മയുടെ വീട്ടിലേക്കാണ് വന്നേക്കണേ. ഞങ്ങളങ്ങനെ മേമയുടെ വീട്ടിലെത്തി. ഇത് മേമയുടെ 2 മക്കളാണ്, ജിയ, റിച്ചു. ഇതിൽ ഇവൻ കുറച്ച് നാണക്കാരനാണ്. അവൻ ക്യാമറ കണ്ടപാടെ മുഖമൊക്കെ പൊത്തി തല പൊക്കാണ്ടാണ് വരുന്നത്. പിന്നെ ഈ വരുന്നതാണ് ചാന്തുവിൻ്റെ മൂത്ത മേമ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ടീം തന്നെ ഉണ്ട് ഗൈസ്. ഈ ടീമിൽ എനിക്ക് ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇവരെന്നെ കൊണ്ടു നടക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ അഞ്ചിനോടേക്ക് പോയി. ഇവിടെ ഞങ്ങൾ അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വേഗം ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങാം. ഹായ് ചേച്ചി. കശിറ്റാറ്റാ കശിറ്റാറ്റാ. ബൈ. മാമനും വരോ? ഞങ്ങളവിടെ നിന്ന് വന്ന് പിന്നെ ബീച്ചിലൊക്കെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.